ഓക്കെ ഓക്കെ ഇതിപ്പോ പ്രീമിയം അല്ലേ? അറിയില്ല. ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇനി ഞാൻ പറയുന്ന വോയിസുകൾ ക്ലിയർ ആണെന്നൊന്ന് നോക്കുക. ബ്രേക്കായി പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ വരെ എത്തി? നമ്മൾ NSCയുടെ വെബ്സൈറ്റിൽ പോയിട്ട് CSV എന്ന് പറയുന്ന ഈ ഒരു ഫയലുമ ക്ലിക്ക് ചെയ്ത് എക്സൽ ഡൗൺലോഡ് ചെയ്തു. അതിൽ ഈ സിമ്പിൾ എന്ന് പറയുന്ന കോളം മാത്രം നമ്മൾ ഫിൽട്ടർ ചെയ്തെടുത്തു, ബാക്കിയൊക്കെ കളഞ്ഞു അല്ലെ? ഇത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലായിരുന്നില്ലേ? എങ്ങനെയാണ് ഞാൻ പറയുന്ന വോയിസ് കേൾക്കുന്നുണ്ടോ? ബ്രേക്ക് ആവാതെ കേൾക്കുന്നുണ്ട് അല്ലെ? ഓക്കെ. അപ്പോ ഇതിൽ ആദ്യത്തെ 30 സ്റ്റോക്ക്, അതായത് നമുക്ക് ഇതിൽ വലുതും ചെറുതും നോക്കണ്ട, നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ 30 സ്റ്റോക്ക് അപ്പൊ എവിടെ വരെ വരും? എമാൻഡം വരെ അല്ലെ? അഡാനി എന്റർപ്രൈസ്, അഡാനി പോർട്സ് തുടങ്ങി എമാൻഡം വരെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ തൽക്കാലം ഇതിലേക്ക് ആഡ് ചെയ്യണത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ അറിയാലോ അല്ലെ? വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണത് എങ്ങനെയാണ്? നമുക്ക് തൽക്കാലം എടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിനെയാണ് സിമ്പിൾ സെർച്ച് എന്ന് പറയാം. അപ്പൊ നിങ്ങൾ കമ്പ്യൂട്ടറിൽ തന്നെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ Ctrl+C അടിച്ച് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി അല്ലെ? ഇനി ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ, വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഈ വാച്ച് ലിസ്റ്റ് ചിലപ്പോൾ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ നോക്കുക, ടോപ്പിൽ ഈ ഒരു ഫ്ലാഗിന്റെ പടം വെച്ചിട്ടുള്ളതാണ് വാച്ച് ലിസ്റ്റ് അല്ലെ? ആ വാച്ച് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണാം. ഇതിലേക്ക് 1 by 1 ആയിട്ട് നമ്മൾ ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് സ്പെല്ലിംഗ് മാനുവലിയൊക്കെ സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ ഓള് മാറ്റിയിട്ട് സ്റ്റോക്സ് ആക്കാം. അപ്പൊ കുറെ കൺഫ്യൂഷൻസ് ഒക്കെ പോയി കിട്ടും അല്ലെ? സ്റ്റോക്സുകൾ മാത്രമേ കാണിക്കുള്ളൂ. ഇവിടെ ഇന്ത്യ എന്ന് പറയുന്നത് ഉണ്ടാവില്ല, ഓൾ കൺട്രീസ് ആയിരിക്കും. അതിൽ നിന്ന് ഇന്ത്യ സെർച്ച് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് പല സ്റ്റോക്സുകളും പുറം രാജ്യങ്ങളിലുള്ളത് ഇവിടെ ഉള്ളത് പേരുകൾ കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പൊ അത് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഇന്ത്യ എന്നുള്ളത് ഫിൽട്ടർ ചെയ്ത് വെക്കുക. അപ്പൊ നമ്മളുടെ എക്സ്ചേഞ്ചുകൾ മാത്രമേ ഇതിൽ കാണിക്കുള്ളൂ അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ INFY, ഇൻഫോസിസ്. അപ്പൊ കമ്പനിയുടെ പേരല്ല നമ്മൾ അടിക്കേണ്ടത്, അതിന്റെ സിമ്പിൾ ആണ്. അപ്പൊ ഇൻഫോസിസ് എന്നാണ് കമ്പനിയുടെ പേര്, സിമ്പിൾ INFY, ഇൻഫി എന്നാണ് അല്ലെ? അപ്പൊ ഇതൊക്കെ മാറ്റം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ തെറ്റാതെ 1 by 1 ആയിട്ട് ഇത് ആഡ് ചെയ്യും. ക്ലിയർ ആയില്ലേ? അപ്പൊ എങ്ങനെയാണ് ഒരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതും അതിൽ ഹൈ ലിക്വിഡ് സ്റ്റോക്സുകൾ ആഡ് ചെയ്യണം എന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയില്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? അപ്പൊ നമ്മൾ കണ്ട പ്രൊസീജിയറിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം. ക്ലിയർ ആയോ എന്നുള്ളത് തംസ് പഠിക്കാമോ? ഓക്കെ ഓക്കെ. ഒരു ഫസ്റ്റ് ദിവസം ഇവരൊരു കുറച്ച് സ്റ്റോക്കുകൾ ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു, ഡെയിലി നോക്കാനുള്ളതെന്നും പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നത്. ഈ ക്ലാസ് തുടങ്ങിയ അന്നാണ് ഈ സ്റ്റോക്കിന്റെ നെയിം ഒക്കെ തന്നേർന്നേ. ഓ സോറി, അൺഫോർച്ചുനേറ്റ്ലി ആ ആള് പോയി, അതിന് പകരമാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു ഓർഡറിൽ പോവാം അല്ലെ? ഓക്കെ. അപ്പൊ നമ്മള് ഇതിന് പല മാർഗങ്ങളുണ്ട്. പല ആൾക്കാരും സ്റ്റോക്ക് സെലക്ഷൻ പലതരത്തിലാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഏറ്റവും ബെസ്റ്റ് വൺ ഓഫ് ദ മെത്തേഡ് എന്ന് പറയുന്നത് ഏറ്റവും ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്സ് നോക്കുക എന്നുള്ളതാണ്. നമുക്ക് പതുക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സുകൾ പഠിക്കാം പതുക്കെ. അതായത് ഹൈലി ബുള്ളിഷ് ആയിട്ടുള്ള ബെയറിഷ് ആയിട്ടുള്ള സ്റ്റോക്സുകൾ NSCയുടെ പേജിൽ പോയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ചോയ്സ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്സുകൾ ബൈ മാത്രം ചെയ്യുക, ബെയറിഷ് ആയിട്ടുള്ള സ്റ്റോക്സുകൾ സെല്ല് മാത്രം ചെയ്യുക, അങ്ങനെയുള്ള ട്രിക്സുകളൊക്കെ നമ്മൾ പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇതിന്റെ ബേസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇൻട്രാഡേ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ബെറ്റർ നിഫ്റ്റി 50 സ്റ്റോക്കിൽ ചെയ്യണതാണ്, സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് കുറയും. ഇപ്പൊ സ്പ്രെഡ് എന്ന് പറയുന്നത് പലതുള്ളി പെരുവെള്ളം പോലെ നമ്മൾ കുറെ ട്രേഡ് ചെയ്യുമ്പോൾ അത് തന്നെ ചാർജസ് പോലെ കുറെ വരും. അപ്പൊ അത് കുറയ്ക്കാന്നുള്ളതായിരിക്കും നമ്മുടെ ഫസ്റ്റ് മോഡ്. മാർക്കറ്റ് മുകളിലേക്ക് പോയി എന്ന് വിചാരിച്ച് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലൊന്നുമില്ല. അപ്പോൾ നല്ല ഹൈലി ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്സുകൾ, ബെയറിഷ് ആയിട്ടുള്ള സ്റ്റോക്സുകൾ ഫിൽട്ടർ ചെയ്യുന്നതിനേക്കാളും ലിക്വിഡിറ്റിക്കാണ് ആദ്യം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്.
ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ബേസിക് സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്. ഇപ്പൊ ഫസ്റ്റ് ഒരു ഫേസിൽ നിങ്ങൾ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ പതുക്കെ പുതിയ പുതിയ ടെക്നിക്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ നോക്കുന്നത് ഇതിൽ 1 by 1 ആയിട്ട് എല്ലാ ദിവസവും ഒരു കൃത്യനിഷ്ഠതയിൽ ഓർഗനൈസ്ഡ് ഫോമിൽ ചെയ്യണമെങ്കിൽ, നമ്മൾ എല്ലാവരും ഒരുപോലെ തന്നെ ചെയ്യണമെങ്കിൽ 1 by 1 ആയിട്ട് ഓരോ സ്റ്റോക്സുകൾ നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ട്രേഡിംഗ് വ്യൂവില് നമ്മൾ എന്ത് ചെയ്താൽ മതി, നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. നെക്സ്റ്റ് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ബാറാണ് അടിക്കുക, അല്ലെ? ഇപ്പോഴും നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നെക്സ്റ്റ് അടിക്കാൻ കുറച്ച് ടൈം വരുന്നുണ്ട്. അപ്പൊ ട്രേഡിംഗ് വ്യൂ കമ്പാരിറ്റീവ്ലി കുറച്ച് സ്പീഡ് ഉണ്ടെങ്കിലാണ് ലോഡ് ആവുള്ളൂ. കാരണം ഈ ചാർട്ട് ലോഡ് ആവണ്ടേ. വോയിസ് കുഴപ്പമൊന്നുമില്ല അല്ലെ? വോയിസും അതുപോലെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ലേ? ഇവിടുത്തെ സ്ക്രീൻ റെക്കോർഡ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? ഓക്കെ അപ്പൊ ഉണ്ടെങ്കിൽ മൈക്രോഫോൺ അൺമ്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തു. അപ്പൊ ഇതൊരു ഓർഡറിൽ നമുക്ക് നെക്സ്റ്റ് അടിച്ച് നോക്കാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പറഞ്ഞു 15 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിലാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്, അല്ലെ? 15 മിനിറ്റിന്റെ ടൈം ഫ്രെയിം ആക്കി വെക്കുക. അതിനുശേഷം രാവിലെ 9:30ക്കാണ് നമ്മൾ ഈ ഒരു അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒരു സ്ട്രോങ് ബുള്ളിഷ് ഓർ ബെയറിഷ് ക്യാൻഡിൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓരോ സ്റ്റോക്കുകൾ നോക്കുമ്പോൾ ആദ്യത്തെ 15 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസ് ആവുന്നത് 9:30ക്കല്ലേ? 9:30 കഴിഞ്ഞ് നോക്കണമെങ്കിലാണ് അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ 9:30ക്ക് മുമ്പ് ഒന്ന് പ്രിപ്പയർ ആയി നിൽക്കുക, 9:30 കഴിഞ്ഞിട്ട് നോക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ കാണേണ്ടത് ഐദർ ഒരു ബുള്ളിഷ് മർബസു ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ബെയറിഷ് മർബസു ക്യാൻഡിൽ. ഇതാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, അപ്പൊ ബുള്ളിഷ് മർബസു എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സാമാന്യം അത്യാവശ്യം നല്ലൊരു ഹൈറ്റ് ഉണ്ടാവണം. ഒരു ആവറേജ് ക്യാൻഡിലിനേക്കാളും വലിയൊരു ക്യാൻഡിൽ ആയിരിക്കണം. ആവറേജ് ക്യാൻഡിലിനേക്കാളും വളരെ വലിയൊരു ക്യാൻഡിൽ, ഒരിക്കലും വളരെ വലിയ ക്യാൻഡിൽ ആവണമെന്നില്ല. അതുപോലെ തന്നെ ബുള്ളിഷ് മർബസു ആണെങ്കിൽ മുകളിലത്തെ വിക്ക് വളരെ ചെറുതായിരിക്കണം. അപ്പൊ എത്രമാത്രം ചെറുതായിരിക്കണം എന്ന് ചോദിച്ചാൽ, ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചാൽ, ഏകദേശം ബോഡിയുടെ ഒരു 10-1 താഴെങ്കിലും ആയാൽ നല്ലത്. ഓക്കെ, അങ്ങനെയുള്ളൊരു ക്യാൻഡിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പൊ ബുള്ളിഷ് മർബസു എന്ന് പറഞ്ഞാൽ, മർബസു എന്ന് പറഞ്ഞാൽ ജപ്പാനിൽ കഷണ്ടി എന്നാണ് അർത്ഥം. അപ്പൊ ബുള്ളിഷ് മർബസു എന്ന് പറഞ്ഞാൽ മുകളിൽ വിക്കില്ലാത്ത ഗ്രീൻ ക്യാൻഡിൽ. അപ്പൊ അങ്ങനെ ഒരു ക്യാൻഡിൽ കിട്ടിയാൽ നമ്മളുടെ അന്നത്തെ വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ബൈ ആണ് ചെയ്യുക, അല്ലെ? ആ സ്റ്റോക്ക് ബൈ ആണ് ചെയ്യുക ആ ഒരു ചാർട്ട് ഉപയോഗിച്ചിട്ട്. ഇനി ബെയറിഷ് മർബസു എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. താഴത്തെ വിക്ക് മാത്രം നോക്കിയാൽ മതി. മുകളിലെ വിക്ക് ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ വലുതാവുകയോ ചെറുതാവുകയോ എന്തോ ആയിക്കോട്ടെ, താഴത്തെ വിക്ക് ബോഡീനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതായിരിക്കണം. ബോഡി ചെറുതാവാൻ പാടോ? ഇല്ല. ബോഡി മിനിമം ഒരു ആവറേജ് ഹൈറ്റ് എങ്കിലും വേണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു റെഡ് കളർ അല്ലെ, അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളർ, ഇത് മോർ ദാൻ ആവറേജ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഇപ്പൊ ഇന്ന് ആദ്യം ഉണ്ടായിരിക്കുന്ന ക്യാൻഡിൽ വളരെ വലുതാണ്. എത്ര വലുതാവണമെന്നില്ല. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ബെയറിഷ് മർബസു ആണെങ്കിൽ, റെഡ് കളർ ആണെങ്കിൽ താഴെ വിക്ക് ഉണ്ടാവാൻ പാടില്ല, ചെറിയ വിക്കായിരിക്കണം. ഗ്രീൻ കളർ ആണെങ്കിൽ മുകളിൽ വിക്ക് ഉണ്ടാവാൻ പാടില്ല, ചെറിയ വിക്കായിരിക്കണം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അതൊന്ന് 1-2 എക്സാമ്പിൾസ് കണ്ടിട്ട് വരാം. കാരണം ഈ ക്ലാസ്സിൽ വളരെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ഉണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് അവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ ഇതൊന്ന് കണ്ടിട്ട് വരാം. ഈ ഒരു ക്യാൻഡിൽ നമുക്കൊരു ബുള്ളിഷ് മർബസു ആയിട്ട് കൂട്ടാം, അല്ലെ? ഈ ഒരു ക്യാൻഡിൽ എത്ര മണിക്കാണ്? ഇന്നലെ 10:30ക്ക് ഉണ്ടായി ഈ ക്യാൻഡിൽ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, എന്നൊന്നുകൂടി സൂം ചെയ്ത് വെക്കാം. ഈ ഒരു ക്യാൻഡിലാണ് ഞാൻ മീൻ ചെയ്യുന്നത്, കണ്ടോ? ഈ ഒരു ക്യാൻഡിൽ, ആ ഒരു ക്യാൻഡിലില് ബോഡി ഒരു ആവറേജിനേക്കാളും മേലെയുണ്ട്, അല്ലെ? ഓക്കെ, ഈ ഒരു ക്യാൻഡിലില് ബോഡി ഒരു ആവറേജിനേക്കാളും മേലെയുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇതുപോലുള്ള ക്യാൻഡിൽ ആവാൻ പാടില്ല, ചെറിയ ക്യാൻഡിൽ ആവാൻ പാടില്ല. ഇത് ഓക്കെ. ഇനി ബോഡീനെ കമ്പയർ ചെയ്യുമ്പോൾ അപ്പർ വിക്ക് മാത്രം നമ്മൾ നോട്ട് ചെയ്യണ്ടു. അതായത് മുകളിലത്തെ വിക്ക് മാത്രമാണ് നമ്മൾ നോട്ട് ചെയ്യണ്ടു. താഴത്തെ വിക്ക് വലുതാണ്, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. മുകളിലത്തെ വിക്ക് ബോഡിയുടെ 10-1 ഏകദേശം, നമ്മൾ അളന്നൊന്ന് സ്കെയിൽ വെച്ചൊന്ന് അളന്ന് നോക്കണ്ട, 10-1 ഉണ്ടായാൽ അത്ര ബെറ്റർ. അപ്പൊ ഇതിനെ നമുക്കൊരു ലക്ഷണമൊത്ത ബുള്ളിഷ് മർബസു ക്യാൻഡിലായിട്ട് കാണാം. ഓക്കെ, ഇനി ബെയറിഷ് മർബസു എങ്ങനെ ഇരിക്കും? നമുക്ക് ഏതെങ്കിലും ഒരു റാൻഡം ചാർട്ട് എടുത്തിട്ട് ബാക്കിലേക്ക് നമുക്ക് നോക്കി പോവാം. ബെയറിഷ് മർബസു ക്യാൻഡിൽ, ഇത് ഒരു ബെയറിഷ് മർബസു ആണോ? ഈ ഒരു ക്യാൻഡിൽ ഒരു ബെയറിഷ് മർബസു ആണോ? ഇതിന് താഴെ തീരെ വിക്കില്ല, ബെസ്റ്റ് ആണ്, പക്ഷെ ഹൈറ്റ് പോരാ, അല്ലെ?
അപ്പൊ നമ്മൾ ടെക്നിക്കൽ അനാലിസിസിന് ഒരു കാൻഡിലിന്റെ ഹൈറ്റിനെ വിളിക്കുന്ന പേരാണ് റേഞ്ച്. റേഞ്ച് പോലെ. അപ്പൊ നമുക്ക് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്കൊരു നല്ല ബാരിഷ് മർവസു കാൻഡിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇത് ഓക്കെയാണ്, ഓൾമോസ്റ്റ് ഓക്കെ അല്ലെ? ഇത് അത്യാവശ്യം ഹൈറ്റും ഉണ്ട്, താഴെ വിക്ക് ബോഡിയുടെ 10-1 താഴെ ആയിരിക്കണം. അപ്പൊ അത്ര പെർഫെക്റ്റ് അല്ല, നമുക്ക് ഏകദേശം 5-1 താഴെ ആണെങ്കിലും മതി. 10-1 താഴെയാ നല്ലത് അല്ലെ? അപ്പൊ ഇനി ഇതൊരു ബുള്ളിഷ് മർവസു ആണോ? എന്ത് തോന്നുന്നു? ഇതൊരു ബുള്ളിഷ് മർവസു ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? വിക്ക് കുറച്ച് കൂടുതലല്ലേ? അതെ അല്ലെ, അപ്പർ വിക്ക് കൂടുതലാണ്. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ താഴെ വിക്കില്ല, പക്ഷെ എന്ന് വിചാരിച്ച് നമുക്ക് ഇതൊരു ബുള്ളിഷ് മർവസു ആവില്ല. മുകളിലാണ് വിക്ക് നോക്കേണ്ടത് അല്ലെ? അപ്പൊ ബുള്ളിഷ് മർവസു ബെയറിഷ് മർവസു എന്ന് പറയുന്ന കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അല്ലെ? അപ്പൊ നമുക്ക് പതുക്കെ പതുക്കെ നമുക്ക് നിഫ്റ്റി 30 അല്ലെ, നിഫ്റ്റി 50 അല്ല, ഇപ്പൊ നമ്മൾ നിഫ്റ്റി 30 സ്റ്റോക്സ് ഉള്ളൂ എന്ന് വിചാരിക്കുക. ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യത്തെ 30 ഇതിന് പോയിട്ട് നമുക്ക് ഇന്ന് ആദ്യത്തെ കാൻഡില് ബുള്ളിഷ് ഓർ ബെയറിഷ് മർവസു വന്ന ഒരു സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഞാനതൊന്ന് ക്ലോസ് ചെയ്തിട്ടൊന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ടാ, ട്രേഡിംഗ് വ്യൂ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യട്ടെ. നെറ്റിന്റെ സ്പീഡൊക്കെ നോക്കുമ്പോൾ നല്ല സ്പീഡ് ഉണ്ട്, പക്ഷെ ഭയങ്കര ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ട്രേഡിംഗ് വ്യൂ സോഫ്റ്റ്വെയർ ഒക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പഠിച്ചോ? എങ്ങനെയാണ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്തൊക്കെ നോക്കിയിട്ട് എങ്ങനെയുണ്ട്? പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ല. കുഴപ്പമില്ല അല്ലെ? കാര്യം നെറ്റൊക്കെ നോക്കുമ്പോൾ നല്ല സ്പീഡ് കാണിക്കുന്നുണ്ട്, പക്ഷെ ഓരോ വെബ്സൈറ്റ് ലോഡാവാൻ നല്ല ടൈം എടുക്കുന്നുണ്ട്. എന്താണാവോ? ഒന്നുകൂടി വെയിറ്റ് ചെയ്യട്ടോ, ഞാനതൊന്ന് കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ അടുത്ത് ഒന്ന് സംസാരിക്കട്ടെ.
ഇന്നലെ അവർക്ക് എന്തായിരുന്നു എടുത്ത? അല്ല, ഓഫ്ലൈൻ എന്താ എടുത്തിരുന്നത് കഴിഞ്ഞ ദിവസം? സ്വിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോ ഓഫ്ലൈൻ നമ്മള് ഇതൊക്കെ തന്നെ ഡാവോസ് ബോക്സ് ബുക്സ് എടുത്തിരുന്നോ? കോൺട്രാക്ഷൻ അത് 3 ദിവസം എടുത്തോ? ആ ഓക്കെ. കഴിഞ്ഞിട്ടില്ല. ഫുൾ ബാക്ക് കുറച്ചിങ്ങനെ ടൈം എടുത്ത് സിഗ്നൽസ് കാര്യങ്ങളൊക്കെ കഴിയും. ഇതിപ്പോ നെറ്റ് എവിടെ ഇഷ്യൂ ഉള്ള? അല്ല, അപ്പോ കുഴപ്പമില്ലല്ലോ. ആ ഒരു ട്രേഡിംഗ് ചാർട്ട് തന്നെ ഇവിടെ ഒന്നും പറ്റിയില്ലെങ്കിലേ ഫസ്റ്റ് സ്റ്റോക്ക് എടുത്തിട്ട് ഫസ്റ്റ് സ്റ്റോക്കിൽ ചാർട്ട് എടുക്കാം. ഇപ്പൊ ഒന്നും പറ്റില്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റോക്കിൽ കാണിക്കാം. വേറൊരു സ്റ്റോക്ക് ലോഡ് ചെയ്ത് നോക്കണം. അവിടെ സാധനം കാണാറുണ്ടല്ലോ, തന്നെയാവും അല്ല? ഇവിടെ എവിടെയെങ്കിലും ഏരോ കാണാറുണ്ട് മുകളിലേക്ക് കാണാനില്ലാതെ. ഇതിനകത്ത് പക്ഷെ ടൈം ഫ്രെയിം ഒക്കെ എങ്ങനെയാ മാറ്റാം? ഇവിടെ ടൂൾസ് ഉണ്ടോ? ടൈം ഫ്രെയിംസ് ഈ ഒന്നുള്ളതില്ലേ, അത് ക്ലിക്ക് ചെയ്തിട്ട് ആ രീതിയിൽ തൽക്കാലം ഇന്നത്തെ സെഷൻ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. അധികം സമയം എടുക്കണ്ടെന്ന് വെച്ചാൽ സ്ലോ തന്നെയാണ്. അല്ല, സ്ലോ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഒന്ന് ട്രൈ ചെയ്തു ഒന്നുകൂടി നോക്കാം. ഷൂട്ടിംഗ് ടീമിനോട് പറഞ്ഞു ഒരു 11 ഒന്ന് പറഞ്ഞു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ വരുമ്പോൾ കറക്റ്റായിട്ട് ലോഡ് ആവുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും സ്ലോ ആവുന്നുണ്ട്. നെറ്റ് സ്പീഡ് നോക്കുമ്പോൾ കറക്റ്റായിട്ട് ഉണ്ട് താൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ സ്റ്റോക്സുകൾ മാറി മാറി നോക്കിയിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ ബുള്ളിഷ് ഓർ ബാരിഷ് മർബസ് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പല ദിവസങ്ങളിലും ഇത് പലതരത്തിലായിരിക്കും. ചിലപ്പോൾ ഒരുപാട് ക്യാൻഡിൽസുകൾ ബുള്ളിഷ് മർബസുമായിട്ട് നിൽക്കണ്ടാവും. കാരണം മാർക്കറ്റ് ജനറലി വളരെ സിമിലർ ആയിട്ടായിരിക്കുമല്ലോ നിഫ്റ്റി 50 ഉള്ള സ്റ്റോക്സുകളൊക്കെ മൂവ് ചെയ്യാം. അപ്പൊ നമ്മളൊന്ന് നോക്കിയിട്ട് നമുക്ക് ഒരെണ്ണം കണ്ടെത്താൻ ശ്രമിക്കാം. അല്ലെ, ഇത് ബാരിഷ് മർബസും അല്ല. അപ്പൊ റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ താഴെ വിൽക്കാണ് നോക്കേണ്ടത്. ഫസ്റ്റ് ക്യാൻഡിലാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. ഫസ്റ്റ് ക്യാൻഡിലാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ചില ദിവസങ്ങളിൽ രണ്ട് സൈഡിലേക്കും ഒരു ബുള്ളിഷ് ഓർ ബാരിഷ് മർബസു അല്ലെങ്കിൽ സ്ട്രോങ് ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇത് കണ്ടോ, ഇത് റെഡ് ക്യാൻഡിലാണ്. റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ നമുക്ക് താഴെ ഇതുപോലെ ആയിരുന്നെങ്കിൽ നന്നായേനെ. പക്ഷെ ഇവിടെ മുകളിലാണ് വിൽക്കില്ലാതിരുന്നത്.
ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ അത്ര പ്രോപ്പർ അല്ല, എന്നാലും നമുക്ക് ഈ ഒരു ക്യാൻഡിൽ വെച്ചിട്ട് നമുക്ക് എക്സാമ്പിൾ കാണാം. ഓക്കെ, അപ്പൊ കുറച്ചും കൂടിയും ചെറിയ വിക്കായിരിക്കണം മുകളിൽ. ഓക്കെ, ഇത് നമ്മൾ ഇതിന്റെ ഹയസ്റ്റ് പോയിന്റ് കട്ടായിട്ടില്ല സ്റ്റിൽ. അപ്പൊ നമുക്കിത് ഓൾറെഡി ട്രേഡ് ചെയ്യാൻ പറ്റിയ ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത് അല്ലെ. ഇനി നമ്മൾ നിങ്ങളത് തെരഞ്ഞു കണ്ടുപിടിക്കുക. ഒരു മോഡിൽ വിക്കില്ലാത്ത ഗ്രീൻ ക്യാൻഡിലോ താഴെ വിക്കില്ലാത്ത റെഡ് ക്യാൻഡിലോ. അപ്പൊ നമ്മളിപ്പോ കാണാൻ പോകുന്നത് ഈ ഗ്രീൻ ക്യാൻഡിൽ ആണെങ്കിൽ ഇത് എങ്ങനെ ട്രേഡ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ക്യാൻഡിൽ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ 3 മിനിറ്റ്സിലേക്ക് മൂവ് ചെയ്യാം അല്ലെ. അപ്പൊ ഈ 15 മിനിറ്റ് മാറ്റിയിട്ട് 3 മിനിറ്റ് ആക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ കണ്ട 15 മിനിറ്റിന്റെ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇവിടെ 5 ക്യാൻഡിൽ ആയിട്ടാണ് കാണാം അല്ലെ. 5 ക്യാൻഡിൽ ആയിട്ടാണ് നമുക്ക് കാണാം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ 15 മിനിറ്റിന്റെ മൂവ് ചെയ്യുന്നതിന് മുമ്പ് ഈ 15 മിനിറ്റിന്റെ ഓപ്പണും ക്ലോസും നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഓപ്പണും ക്ലോസും നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അതെപ്പോഴും നമുക്കൊരു വേണമെങ്കിൽ ഇങ്ങനെ റെക്ടാങ്കിൾ ബോക്സ് ആയിട്ട് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ ആയിട്ട് മാർക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻ കിട്ടും, ഹൊറിസോണ്ടൽ ലൈൻ. അപ്പൊ അതെടുത്തിട്ട് ഓപ്പൺ ക്യാൻഡിലും മാർക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ ക്ലോസ് ഓഫ് ദ ക്യാൻഡിലും മാർക്ക് ചെയ്യുന്നു അല്ലെ. നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ നമുക്കറിയാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഒരുപോലെ ചെയ്യാം. ഓപ്പൺ എന്ന് പറയുന്നത് നമുക്കൊരു ഗ്രീൻ കളറിൽ കൊടുക്കാം, ക്ലോസ് എന്ന് പറയുന്നത് റെഡ് കളറിൽ കൊടുക്കാം. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 3 മിനിറ്റിലേക്ക് വരേണ്ടത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് 3 മിനിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു 3 മിനിറ്റിന്റെ ക്യാൻഡിൽ എപ്പോഴാണോ ആ ക്ലോസിംഗ് പ്രൈസ് റെഡ് ലൈനിനെ മുകളിലേക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ ആ സമയത്താണ് നമ്മൾ ബൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോ ഏത് മിനിറ്റിലാണ് അത് ക്ലോസ് ചെയ്തത്? ഇപ്പൊ നമ്മൾ അവിടെ കണ്ട 15 മിനിറ്റിന്റെ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോ 3 മിനിറ്റിന്റെ 5 ക്യാൻഡിൽ ആയിരിക്കും അല്ലെ. ഇവിടെയാണ് നമ്മുടെ 15 മിനിറ്റ് കഴിയുന്നത് 9:30. അപ്പൊ അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ബൈ ചെയ്യുന്നു, താഴത്തേക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ സെല് ചെയ്യുന്നു. ഓക്കെ അല്ലേ. അപ്പൊ ഇതാണ് ബുള്ളിഷ് വെർഷൻ ഓഫ് ദ സ്ട്രാറ്റജി. അപ്പൊ നമ്മൾ ഒരു ഇൻട്രാഡേ സ്ട്രാറ്റജിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പൊ ഇത് മുകളിലേക്ക് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും താഴത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇൻട്രാഡേ സ്ട്രാറ്റജി അല്ലെങ്കിൽ ട്രേഡിംഗിൽ ജനറൽ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഇൻട്രാഡേ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഇമോഷൻസ് ഉൾപ്പെടാതെ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ് ഇൻട്രാഡേയിൽ പല ആൾക്കാരും ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇൻട്രാഡേ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് അല്ലെ. ഷോർട്ടർ ടൈം ഫ്രെയിമിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്ന പരിപാടിയാണല്ലോ. അപ്പൊ സ്വിംഗ് ട്രേഡിങ്ങിനെയും ഇൻവെസ്റ്റിങ്ങിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം വിന്നിങ് റേറ്റ് കുറവുള്ളൊരു ട്രേഡിംഗ് സിസ്റ്റമാണ് ഇൻട്രാഡേ. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു ട്രേഡോ 2 ട്രേഡോ എടുത്തിട്ട് അതിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് ഒരിക്കലും ഒരു സ്മോൾ സാമ്പിൾ സൈസിൽ ഇവാലുവേറ്റ് ചെയ്യരുത്. എപ്പോഴും നമ്മളൊരു ലാർജ് സാമ്പിൾ സൈസിൽ വേണം ഇവാലുവേറ്റ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ നമ്മളൊരു 100 ട്രേഡെങ്കിലും മിനിമം ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ്, ട്രേഡേഴ്സ് എപ്പോഴും ഇതിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്. അതായത് ഇപ്പൊ ഒരു 100 ട്രേഡ് ചെയ്തിട്ട് അതിൽ 60 ട്രേഡെങ്കിലും വിജയിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ട്രേഡിംഗിൽ ചെയ്യേണ്ടത്. ഇനിയിപ്പോ ഈവൺ 55 ട്രേഡേ വിജയിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിലും നമ്മൾ പ്രോഫിറ്റിലായിരിക്കും. അപ്പൊ അതെങ്ങനെയാണ്? ഡീസെന്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റിലായിരിക്കും. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളൊരു 100 ട്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഒരു ദിവസം നമ്മുടെ ക്യാപിറ്റലിന്റെ 1% മാത്രം റിസ്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ദിവസം ഒരേ ഒരു ട്രേഡ് മാത്രം ചെയ്യുന്ന, വളരെ കുറച്ച് സമയം മാത്രം ട്രേഡിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഒരു ട്രേഡറുടെ കണക്ക് നമുക്കൊന്ന് എടുക്കാം. ഇപ്പൊ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ അല്ലേ. ഒരു ദിവസം കാലത്ത് 9:15 തുടങ്ങി 9:30 തുടങ്ങി 9:45 വരെ ഉള്ള സമയം കൊണ്ട് നമുക്ക് ആ സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യാം അല്ലെ. 15 മിനിറ്റ് ആണ് ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഒരു ദിവസം ഇതുപോലെ ഒരു 15 മിനിറ്റ് മാത്രം സ്പെൻഡ് ചെയ്ത് ഡിസിപ്ലിൻ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു ട്രേഡറുടെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 100 ട്രേഡ് ഫിനിഷ് ആവാൻ എത്ര മാസം എടുക്കും? ഒരു മാസം അപ്രോക്സിമേറ്റ്ലി 20 വർക്കിംഗ് ഡേയ്സ് ആണുള്ളത് അല്ലെ. 5 മാസം. അപ്പൊ 5 മാസം സമയം കൊണ്ട് നമ്മൾ 100 ട്രേഡ് കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ആ 100 ട്രേഡില് വെറും 55 ട്രേഡാണ് വിജയിച്ചുള്ളൂ എന്ന് വിചാരിക്കുക, 45 ട്രേഡ് പരാജയപ്പെട്ടു എന്ന് വിചാരിക്കുക.
നമ്മൾ നമ്മളുടെ ക്യാപിറ്റലിന്റെ 1% മാത്രമാണ് റിസ്ക് എടുക്കുന്നുള്ളൂ എന്ന് വിചാരിക്കാം. 1% എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പൊ എപ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാപിറ്റലിന്റെ 1% മാത്രം റിസ്ക് എടുത്തിട്ട് ട്രേഡ് ചെയ്യുക. ഭാവിയിൽ നിങ്ങൾക്ക് അത് 3, 2, 3 ഒക്കെ ആക്കാം. അപ്പൊ 1% മാത്രം റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്താല് 55 ട്രേഡ് വിജയിച്ചാൽ എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? അപ്പൊ നമുക്ക് അതിന്റെ കണക്കൊന്ന് നോക്കാം. നമ്മുടെ ക്യാപിറ്റൽ 1 ലക്ഷമാണെന്ന് വിചാരിച്ചോ. നമ്മുടെ ക്യാപിറ്റലിന്റെ 1% എന്ന് പറയുന്നത് 1000 രൂപ അല്ലെ. അപ്പൊ 1000 രൂപ ഒരു ദിവസം റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് 55 ദിവസം വിജയിച്ചു, 45 ദിവസം പരാജയപ്പെട്ടു. എത്ര രൂപ കിട്ടിക്കാണും 5 മാസം കൊണ്ട്? ആരെങ്കിലും മാത്തമാറ്റിക്സിൽ പുലികളൊക്കെ ഉണ്ടോ? ഒന്ന് കണക്കൂട്ടി വെക്കേ. സിമ്പിൾ ലോജിക് അല്ലേ? 55 ദിവസം വിജയിക്കുമ്പോ ആ പ്രോഫിറ്റ് കണത്തിൽ എത്ര കിട്ടുന്നുണ്ട്? 5500. സോറി അല്ല, ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. 55 ദിവസം വിജയിക്കുമ്പോൾ നമുക്ക് 55000 രൂപ കിട്ടുന്നുണ്ട് അല്ലെ പ്രോഫിറ്റ് കണത്തില്. 45 ദിവസം പരാജയപ്പെടുമ്പോഴോ 45000 രൂപ ലോസും വരുന്നുണ്ട് അല്ലെ. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 55000 മൈനസ് 45000 എത്രയാണ്? 10000. കറക്റ്റ്, 10000. ഇനി നമ്മളുടെ ക്യാപിറ്റലിന്റെ 2% റിസ്ക് എടുത്താലോ? അതായത് ഒരു ദിവസം മാക്സിമം പോവാവുന്നത് 2000 രൂപയാണ്. അതിൽ കൂടുതൽ ഒരു ദിവസം ലോസ് വരില്ല. പല ഇൻട്രാഡേ ട്രേഡേഴ്സും 1 ലക്ഷം രൂപയ്ക്ക്, ഫോർ എക്സാമ്പിൾ 1 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ 10000, 15000 ഒക്കെയാണ് ഒരു ദിവസം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതും ലോസ് ഉണ്ടാക്കുന്നതും. അപ്പൊ അങ്ങനെ ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പാടില്ല. അപ്പോ ഒരു 10000 രൂപയുള്ള ആൾ എത്ര ശതമാനം, 2% എന്ന് പറഞ്ഞാൽ എത്ര റിസ്ക് എടുക്കാം ഒരു ദിവസം? അപ്പൊ നമ്മൾ വളരെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ 10000, 20,000 സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ 5000, 10000 സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ 10000 ആണെങ്കിൽ എത്ര റിസ്ക് എടുക്കാം? 200 രൂപ അല്ലെ. അപ്പോ 2% റിസ്ക് എടുക്കുന്ന ആൾക്ക് 5 മാസം കൊണ്ട് എത്ര പെർസെന്റേജ് കിട്ടും? ഇതിന്റെ ഇരട്ടി കിട്ടില്ലേ? ഈ 10000ന്റെ ഇരട്ടി കിട്ടില്ലേ? 20,000. കറക്റ്റ്. അപ്പോ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വേണം നമ്മൾ ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യാൻ. എന്ന് വിചാരിച്ച് നമ്മുടെ സ്ട്രാറ്റജിക്ക് 55% ഉള്ളൂ എന്നല്ല. 55% ഉണ്ടെങ്കിൽ പോലും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ട്രേഡ് ചെയ്താൽ നമ്മുടെ ക്യാപിറ്റലിന്റെ 1-2% റിസ്ക് എടുത്താൽ നമുക്ക് ഡീസന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാം. അപ്പൊ 5 മാസം കൊണ്ട് 20% എന്ന് പറഞ്ഞാൽ ഒരു മാസം കൊണ്ട് എത്രയാണ്? അപ്രോക്സിമേറ്റ്ലി 4%. അപ്പൊ നമ്മൾ ആലോചിക്കണം, അത് ബാങ്കിൽ ഇട്ടാൽ കിട്ടുന്ന FD-നെ കമ്പയർ ചെയ്യുമ്പോൾ എത്രമാത്രം കൂടുതലാണ് അല്ലെ. ബാങ്കിൽ ഇട്ടാൽ, FD ഇട്ടാൽ ഒരു മാസത്തിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ എത്ര പെർസെന്റേജ് കിട്ടും? 1/2% അല്ലെ. അപ്പൊ അതിന്റെ എത്ര ഇരട്ടിയാണ് ഈ 4% എന്ന് പറയുന്നത്? 8 ഇരട്ടി. അപ്പോൾ ഒരു നല്ല ഇൻട്രാഡേ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഡിസിപ്ലിൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നിങ്ങൾ എത്ര ബേസിക് സ്ട്രാറ്റജി എടുത്ത് തുടങ്ങിയാലും കുഴപ്പമില്ല, അത് കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യാനും ഈ ഒരു ലോ ഓഫ് ലാർജ് നമ്പർ മനസ്സിൽ വെച്ചുകൊണ്ട്, പ്രോബബിലിറ്റി മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്യാനും ഉള്ള ഒരു പാങ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മൾ ട്രേഡിങ്ങിൽ വിജയിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഇൻട്രാഡേ ട്രേഡിങ്ങിന്റെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻസിൽ ഞാൻ ഇന്നലെ പറയണമെന്ന് ഉദ്ദേശിച്ച കാര്യമാണത്. അപ്പൊ നമ്മൾ ഓരോ ട്രേഡ് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇത് വിജയിക്കുന്നോ തോൽക്കുന്നോ ഒന്നും വിചാരിക്കണ്ട. അത് റുട്ടീൻ ബേസിൽ ഒരു ആചാരം പോലെ അങ്ങനെ ചെയ്തു പോവുക. ഓക്കെ. അപ്പൊ നമ്മൾ ഒരു ദിവസം ട്രേഡ് എടുക്കുന്നു, പ്രോഫിറ്റിലാവുന്നു, അടുത്ത ദിവസം ലോസിലാവുന്നു. നമ്മൾ ഹാപ്പി ആവേണ്ടതില്ല, സാഡ് ആവേണ്ടതില്ല. ഓക്കെ. അപ്പൊ നമുക്ക് വീണ്ടും ചാർട്ടിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ഇതാണ് ബുള്ളിഷ് വെർഷൻ. ഇനി ബെയറിഷ് വെർഷൻ എന്ന് പറയുന്നത്, അപ്പൊ ബുള്ളിഷ് വെർഷനിൽ നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഒക്കെ നമുക്ക് കാണാം. നമ്മൾ ഇവിടെ നിന്നാണ് എൻ്റർ ചെയ്യുന്നത് അല്ലെ. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ആ ക്യാൻഡലിന്റെ ഓപ്പൺ തന്നെയാണ്. ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ എത്രയാണോ റിസ്ക് എടുക്കുന്നത്, അതായത് നമ്മുടെ എൻട്രി പ്രൈസിൽ നിന്ന് സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം, അതേ ദൂരം തന്നെയാണ് ടാർഗറ്റ്. ഓക്കെ. അപ്പൊ ഇതിൽ പല ആൾക്കാർക്കും പല സംശയങ്ങൾ ഉണ്ടാവാം. ട്രേഡിങ്ങില് ഒന്നെടുത്താൽ 1000 രൂപ റിസ്ക് എടുക്കുമ്പോൾ 1000 രൂപ കിട്ടുന്ന സ്ട്രാറ്റജി മോശമല്ലേ? പല സോഷ്യൽ മീഡിയയിലും പല സ്ഥലങ്ങളിലും നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവാം, നമ്മൾ മിനിമം 1000 രൂപ റിസ്ക് എടുക്കണമെങ്കിൽ 2000 രൂപയിൽ ഉണ്ടാക്കാവുന്ന സ്ട്രാറ്റജി നമ്മൾ ചെയ്യാവൂ, 1:2 അല്ലെ, 1:2 എങ്കിലും നമ്മൾ മിനിമം എടുത്തോളണം എന്നൊക്കെ പലരും പറയാറുണ്ട്. പക്ഷെ ബേസിക്കലി ബിഗിനേഴ്സിന് എപ്പോഴും ഫ്രണ്ട്ലി ആയിട്ടുള്ളത് 1:1 ആണ്. ഇപ്പൊ ഇവിടെ നമ്മൾ 1:2 എടുക്കാൻ നോക്കിയാലും പ്രോഫിറ്റ് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്തുണ്ടാവും? നമ്മൾ അടുപ്പിച്ച് ലോസ് വരുന്ന ദിവസങ്ങൾ കൂടും. അതുകൊണ്ട് നമ്മളുടെ അക്കൗണ്ടിൽ ഡ്രോ ഡൗൺ കൂടും. ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ഒരു പോയിന്റിൽ നിന്ന് എത്രമാത്രമാണോ ഒരു സ്പെസിഫിക് ടൈമിൽ താഴ്ത്തേക്ക് വരുന്നത്, അതിന്റെ ആക്കം കൂടും.
അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ബിഗിനേഴ്സിന് 1:1 ട്രേഡ് ചെയ്യാണ് നല്ലത്. മനസ്സിലായോ? അപ്പോൾ 1:1 ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് കിട്ടാനുള്ള അതേ സാധ്യത തന്നെയാണ് ലോസ് വരാൻ. 50-50 ആണ്. അപ്പൊ മാർക്കറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഓവറോൾ പ്രോഫിറ്റിലാവാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത്. ഒരു ദിവസം നമ്മളൊരു ബുള്ളിഷ് മർബസു കാൻഡിൽ ആണെങ്കിൽ മാർക്കറ്റിൽ അത് ബുള്ളിഷ് ആയിട്ട് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. ആദ്യത്തെ ഫസ്റ്റ് മിനിറ്റിന്റെ തീരുമാനങ്ങൾ പലപ്പോഴും മാർക്കറ്റിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് കണ്ടെത്താറുണ്ട്. അതാണ് ഈ ഓപ്പൺ റേഞ്ച് ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജികളുടെ ബാക്കിലുള്ള പ്രിൻസിപ്പിൾ. അപ്പൊ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജി ORB, ഓപ്പൺ റേഞ്ച് ബ്രേക്ക്ഔട്ട് എന്നാണ് ഇതിനെ പറയാം. ഇതിന് തന്നെ പല പല വേരിയേഷൻസ് ഉണ്ട്. അപ്പൊ എല്ലാ ബിഗിനേഴ്സും വളരെ കോമൺ ആയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതും പഠിക്കേണ്ടതും ഈ ഒരു ഓപ്പൺ റേഞ്ച് ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജിയാണ്. ഇതിൽ തന്നെ മാർക്കറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ചെറിയൊരു എഡ്ജ് ഉണ്ട്. ഇതിന് നമുക്ക് വളരെ സൂപ്പർ നാച്ചുറൽ ഇന്റലിജൻസിന്റെ ഒന്നും ആവശ്യമില്ല. പെർഫെക്റ്റ് ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു വിൽ പവർ ഉണ്ടായാൽ മതി, കൃത്യനിഷ്ഠ ഉണ്ടായാൽ മതി, നിങ്ങൾക്ക് ഇതിൽ പ്രോഫിറ്റബിൾ ആവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ബെയറിഷ് വെർഷൻ കാണാം. അപ്പൊ ബെയറിഷ് വെർഷൻ എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് ട്രേഡ് എടുക്കുന്ന വെർഷൻ. അപ്പൊ അതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളിൽ പലർക്കും അറിയാം, എന്നാലും എല്ലാവർക്കും അറിയില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ചോദിക്കുകയാണ്. ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെ, എല്ലാവർക്കും അറിയില്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്താണ് ഷോർട്ട് സെല്ലിംഗ്? ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ? ബേസിക്കലി ഒറ്റ വാക്കില്, ഒറ്റ വാചകത്തിൽ എന്താണ് ഷോർട്ട് സെല്ലിംഗ്? ആദ്യമേ സെല് ചെയ്തിട്ട് പിന്നെ ബൈ ചെയ്യുന്നു. അതെ, ആദ്യമേ നമ്മളൊരു സ്റ്റോക്ക് സെല് ചെയ്തിട്ട് താഴെയുള്ള ഒരു പ്രൈസിന് ബൈ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു അല്ലെ. അപ്പോ ഇൻട്രാഡേക്കാർക്കുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം ഇതാണ്. ഇപ്പൊ സ്വിംഗ് ട്രേഡ് ചെയ്യണ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടിഞ്ഞു അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടിവുണ്ടായി എന്ന് പറയുമ്പോൾ അതൊരു ദുഃഖവാർത്തയാണ്. പക്ഷെ ഇൻട്രാഡേ ട്രേഡേഴ്സിന് അത് കുഴപ്പമില്ല. കാരണം എന്താ, സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയാണെങ്കിൽ താഴ്ത്തേക്ക് നന്നായിട്ട് ഇടിഞ്ഞാലും നമുക്ക് പ്രോഫിറ്റ് കിട്ടും അല്ലെ. അപ്പൊ എന്താണ്, ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് ഇടിയാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു വിലയ്ക്ക് ആദ്യം അത് വിൽക്കുന്നു, അതിനുശേഷം താഴെയുള്ള പ്രൈസിന് അത് വാങ്ങുന്നു. അപ്പൊ ഞാനിത് എടുത്തു പറയുന്നത്, ഇതിൽ പല ആൾക്കാർക്കും ഇത് അറിയായിരിക്കാം, പക്ഷെ അറിയാത്ത 1-2 പേരുണ്ടെങ്കിൽ ഇനി ഇവിടെ നമ്മൾ ഒരു കാര്യം കണ്ടിട്ട് കാര്യമില്ല. കാരണം എന്താ, ഒക്കെ കൺഫ്യൂഷൻ ആവും. ടാർജറ്റും സ്റ്റോപ്പ് ലോസും എവിടെ വെക്കണം എല്ലാം കൺഫ്യൂഷൻ ആവും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു സ്റ്റോക്ക് വിറ്റിട്ട്, നമ്മുടെ ഇല്ലാത്ത സ്റ്റോക്ക് വിറ്റിട്ട് താഴെയുള്ള ഒരു പ്രൈസിന് വാങ്ങുന്നു. അപ്പൊ നമ്മുടെ ഇല്ലാത്ത സ്റ്റോക്ക് ആദ്യം തന്നെ വിൽക്കുന്നതിനെയാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളിതെല്ലാം ബേസിക് ക്ലാസ്സുകളിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാലും നമ്മളുടെ ഒരു റിവിഷൻ എന്ന് മാത്രം. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഒരു സ്റ്റോക്ക് താഴേക്ക് പോകാൻ സാധ്യതയുള്ള സ്റ്റോക്ക് നമ്മൾ കണ്ടെത്തണം അല്ലെ. അപ്പൊ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം താഴേട്ട് പോകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? മാർക്കറ്റിൽ ആദ്യം തന്നെ ആദ്യത്തെ 15 മിനിറ്റിന്റെ കാൻഡലിൽ ഒരു ബെയറിഷ് മർബസു വരണം. ബെയറിഷ് മർബസു എന്ന് പറഞ്ഞാൽ താഴെ വിക്കില്ലാത്ത ഒരു കാൻഡിൽ, ഒരു സ്ട്രോങ് കാൻഡിൽ. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കാൻഡിലിന് നമ്മൾ മനസ്സിലാക്കാം ഒരു ബോഡി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മുകളിലും താഴെയും ചിലപ്പോൾ വിക്സുകൾ ഉണ്ടായിരിക്കും. കുറവാണെങ്കിലും എന്തായാലും വിക്സുകൾ ഉണ്ടായിരിക്കും അല്ലെ, മോസ്റ്റ് പ്രോബബ്ലി വിക്സുകൾ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ എവിടെയാണ് സെല് ചെയ്യുന്നത്? ഇത് 15 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിലാണ് നമ്മൾ നോക്കേണ്ടത് അല്ലെ. അപ്പൊ അതിന്റെ ഓപ്പൺ പ്രൈസ് നമ്മളൊരു ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്യുക, ക്ലോസ് പ്രൈസ് നമ്മൾ റെഡ് കളറിൽ മാർക്ക് ചെയ്യുക. സെയിം നേരെ ഇൻവെർട്ടഡ് ആയിട്ടുള്ള പൊസിഷൻ പറയണമെന്നുള്ളൂ. അതിനുശേഷം മാർക്കറ്റ് എപ്പോഴാണോ 15 മിനിറ്റിൽ നിന്ന് 3 മിനിറ്റിലേക്ക് മാറിയിട്ട് മാർക്കറ്റ് എപ്പോഴാണോ ഈ റെഡ് ലൈനിന്റെ താഴെ ക്ലോസ് ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ സെല് ചെയ്യുക. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ ഗ്രീൻ ലൈൻ, അതായത് ഓപ്പൺ പ്രൈസ് ഓഫ് ദ 15 മിനിറ്റ് അല്ലെ. നമ്മുടെ ടാർഗറ്റ് നമ്മൾ എത്ര രൂപയാണോ ഇവിടെ റിസ്ക് എടുക്കുന്നത്, ഫോർ എക്സാമ്പിൾ 19 രൂപ 25 പൈസ ആണെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് അതേ 19 രൂപ 25 പൈസ അല്ലെ. അപ്പൊ അത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ ഷോർട്ട് പൊസിഷൻ എന്ന് പറയുന്ന ടൂൾ ഇവിടെ ഉണ്ട്. ട്രേഡിംഗ് വ്യൂവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ LS എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. 5ാമത്തെ സെക്ഷനിൽ ലോങ് പൊസിഷൻ, ഷോർട്ട് പൊസിഷൻ. അതിൽ ഷോർട്ട് പൊസിഷൻ എടുത്തിട്ടാണ് നമ്മളത് അളക്കേണ്ടത്. അപ്പൊ നമ്മുടെ ടാർഗറ്റ് എവിടെയാണ് വെക്കേണ്ടതെന്ന് അറിയാൻ ഇവിടെ 1 നോക്കിയാൽ മതി അല്ലെ. 1 എന്ന് പറഞ്ഞാൽ 1:1 എന്നാണ് അർത്ഥം. ഇപ്പൊ ഇവിടെ 1 ആണെങ്കിൽ സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരത്തിന്റെ അതേ ദൂരം തന്നെയാണ് ടാർഗറ്റിലേക്ക്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഷോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും ആ 15 മിനിറ്റിന്റെ കാൻഡിൽ എവിടെയാണ് ഓപ്പൺ ചെയ്തത്, അതായത് ഇന്നത്തെ ദിവസത്തിന്റെ ഓപ്പൺ, അതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. നമ്മൾ എൻറ്റർ ചെയ്യുന്നിടത്തുനിന്ന് സ്റ്റോപ്പ് ലോസിലേക്കുള്ള ദൂരം ഈ ഷോർട്ട് പൊസിഷൻ ടൂൾ ഉപയോഗിച്ച് അളക്കാം. അപ്പൊ ഇവിടെ 20 രൂപയാണെങ്കിൽ 20 രൂപ തന്നെ നമ്മുടെ ടാർഗറ്റ് അല്ലെ.
അപ്പൊ അത് വളരെ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഷോർട്ട് പൊസിഷൻ ടൂളിന്റെ സെന്ററിൽ നമുക്ക് 1 എന്ന് കാണാം. 1.03 എന്നാണ് അവിടെ കിടക്കുന്നത്. അപ്പൊ 0.01 2 അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയാലും കുഴപ്പമില്ല. ഏകദേശം 19 രൂപ 25 പൈസ നമ്മൾ റിസ്ക് എടുക്കുകയാണെങ്കിൽ 19 രൂപ 25 പൈസ കിട്ടുമ്പോൾ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യാൻ തീരുമാനിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് ഈ സ്ട്രാറ്റജി നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി. ഇനി നമ്മളത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതിലേക്ക് കിടക്കാം. അപ്പൊ സ്ട്രാറ്റജിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, പല ആൾക്കാരും ഇന്നലെ അറ്റൻഡ് ചെയ്യാത്തവരുണ്ടാവാം, അല്ലെങ്കിൽ ഓൾറെഡി സ്ട്രാറ്റജി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം, എന്നാലും പല പല കൺഫ്യൂഷൻസ് ഉണ്ടാവാം. അതുകൊണ്ടാണ് നമ്മളിത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്ട്രാറ്റജി മനസ്സിൽ വെച്ചിട്ടല്ലേ നമ്മൾ എക്സിക്യൂഷനിൽ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സ്ട്രാറ്റജി തന്നെ അറിയില്ലെങ്കിൽ ഇവിടുന്ന് സെല് ചെയ്തോ, ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചോ, ടാർഗറ്റ് വെച്ചോ എന്ന് പറയുമ്പോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടില്ല അല്ലെ? സ്ട്രാറ്റജി പാർട്ടിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? എക്സിക്യൂഷൻ പാർട്ടിലല്ല, മറ്റൊരു കാര്യങ്ങളിലല്ല, സ്ട്രാറ്റജി ഇപ്പൊ നമ്മൾ പഠിച്ച സ്ട്രാറ്റജി കൺഫ്യൂഷൻ ഉണ്ടോ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. പറഞ്ഞു. നമ്മളിത് ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോഴേ നമ്മളിത് ഫസ്റ്റ് 15 മിനിറ്റ്സ് അല്ലെങ്കിൽ ഫസ്റ്റ് 13 മിനിറ്റ്സ് അങ്ങനെയാണെന്നാണ് കേട്ടിരിക്കുന്നത്. പക്ഷെ നമ്മളിപ്പം ഇവിടെ ഡെയിലി ഏത് ടൈം ഫ്രെയിമിലും നമുക്കൊരു 15 മിനിറ്റ്സ് മരുബോസ് കിട്ടിക്കഴിഞ്ഞാൽ എടുക്കാമെന്നാണോ? അല്ല, 15 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിൽ മാത്രമാണ് നമ്മളുടെ ഈ സ്ട്രാറ്റജി. അപ്പൊ നമ്മൾ ആദ്യം തന്നെ 9:15 മുതൽ 9:30 വരെയുള്ള ഫസ്റ്റ് ക്യാൻഡിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ബൈ ചെയ്യുന്നു, താഴോട്ട് വരണമെങ്കിൽ സെല് ചെയ്യുന്നു. ഇതാണ് ഓപ്പൺ റേഞ്ച് ബ്രേക്ക് ഔട്ടിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. പക്ഷെ നമ്മളിവിടെ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് ചുമ്മാ മുകളിലേക്ക് പോവല്ല, ഒരു ക്യാൻഡിലെങ്കിലും 3 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിൽ ഒരു ക്യാൻഡിലെങ്കിലും അതിന്റെ മേലെ ക്ലോസ് ചെയ്യണം. അതാണ് നമ്മുടെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെച്ചേക്കണം. അതായത് കുറച്ചുകൂടി കൺഫർമേഷൻ വേണം മുകളിലേക്ക് പോവാണെന്നുള്ളത്. കുറച്ച് ലേറ്റ് അത് മനസ്സിലായി. അപ്പൊ നമുക്കിപ്പോ ഫസ്റ്റ് 15 മിനിറ്റ്സിൽ കിട്ടിയില്ല. ഓക്കെ, ഇനി നമുക്കൊരു 11 മണിക്കോ 11:30ക്കോ ആണ് ഇതുപോലെ ഒരു 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഒരു നല്ല ക്യാൻഡിൽ കിട്ടുന്നത്. അന്നേരം നമ്മൾ ട്രേഡ് എടുക്കുമോ? കുഴപ്പമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഫസ്റ്റ് തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഇൻഡിസിഷൻ ആയിരിക്കും. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പും ഇന്നലെ ഓർഡേഴ്സ് ഇട്ട ആൾക്കാരുടെ ഓർഡേഴ്സ് ഒക്കെ കൂടിയിട്ട്, പ്രീ മാർക്കറ്റ് ഓർഡേഴ്സ് ആണ് മെയിൻ ആയിട്ട് അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇതൊക്കെ കൂടിയിട്ടാണ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാക്കുന്നത്. അപ്പൊ ഒരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാക്കിയിട്ട് ആദ്യത്തെ 15 മിനിറ്റ് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇട്ട മെയിൻ ട്രേഡ്സുകളുടെ ഒക്കെ റിസൾട്ട് ആണ് ആദ്യത്തെ 15 മിനിറ്റിന്റെ ക്യാൻഡിൽ. അപ്പൊ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇൻഡിസിഷൻ ഉണ്ടായിരിക്കും. ഇനി മാർക്കറ്റ് മുകളിലേക്കോ താഴത്തേക്കോ പോകുന്നത് ഒന്നുകിൽ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ നിലവിലുള്ള ഒരു വലിയ പൊസിഷൻ, ഒരു വമ്പൻ തിമ്മിങ്കലം അല്ലെങ്കിൽ സ്രാവ് ഇതിൽ നിന്ന് അവരുടെ സ്റ്റോക്കിന്റെ പൊസിഷൻ പിൻവലിക്കുമ്പോഴാണ്, അതായത് ഒരു ഷോർട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോഴാണ് മാർക്കറ്റ് ഇതിൽ ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് പോവുക. അല്ലെങ്കിൽ ഒരു ഫണ്ടമെന്റൽ കോസ് കൊണ്ടും അങ്ങനെ പോകാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ന്യൂസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ആ ന്യൂസ് റിലീസ് ആയപ്പോൾ എല്ലാവരും കൂടി വാങ്ങുന്നു. അത് വളരെ റയർ കേസാണ് സംഭവിക്കാറ്. ഏർണിങ്സ് റിപ്പോർട്ടൊക്കെ വരുമ്പോഴാണ് സംഭവിക്കാറ്. സാധാരണ എനിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വലിയൊരു പൊസിഷൻ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിലവിലുള്ള പൊസിഷൻ ക്ലോസ് ചെയ്യുമ്പോഴാണ് ഈ 15 മിനിറ്റിന്റെ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ പെട്ട സാധനം അത് ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് പോവാം. നമ്മൾ ആ ഡയറക്ഷനിൽ അതിന്റെ പിന്നാലെ ട്രേഡ് ചെയ്യും. അവർ വാങ്ങണേ നമ്മൾ വാങ്ങുന്നു. അപ്പൊ നമ്മൾ അറിയാതെ അവരെ ഫോളോ ചെയ്തുകൊണ്ട് ആ ഒരു വിന്നിംഗ് റേറ്റ് നമ്മൾ കോപ്പി ചെയ്തു. ഇതാണ് ഓപ്പൺ റേഞ്ച് ബ്രേക്ക് ഔട്ടിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഈ 15 മിനിറ്റിനുള്ളില് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ചെയ്യോ അല്ലെങ്കിൽ സെല് ചെയ്യോ അങ്ങനെ ഉണ്ടോ? 15 മിനിറ്റിനുള്ളിൽ ചെയ്യുന്നുള്ളത്? ഇല്ല, അത് കഴിഞ്ഞിട്ട് എല്ലാവരും ചെയ്തല്ലേ? ചിലപ്പോ ഒരു പക്ഷേ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും വലിയൊരു പൊസിഷൻ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പൊ അത് ഏത് ടൈമും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് അപ്പൊ തന്നെ കട്ടാവണമെങ്കിൽ നമുക്ക് എടുക്കാം. നമ്മുടെ റൂൾസ് ബേസ് ചെയ്ത് ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ അവിടെ കിടന്ന് കൺസോൾഡേറ്റ് ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ സാധാരണ ബിഗ് പൊസിഷൻസും ബിഗ് പ്ലെയേഴ്സ് ഒക്കെ എപ്പോഴും ഒരു പുതിയ പൊസിഷൻ എടുക്കുന്നതും അവസാനിപ്പിക്കുന്നതും മാർക്കറ്റിംഗിന്റെ ഓപ്പൺ ടൈമിലും ക്ലോസിംഗ് ടൈമിലുമാണ്. അതായത് ഏകദേശം ഒരു 9:15 മുതൽ 10:15 വരെയും വൈകിട്ട് ഒരു 3 മണിക്ക് ശേഷവുമാണ്. അപ്പോ പുതിയ പൊസിഷൻസ് ഇത് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഭൂരിഭാഗം ആൾക്കാർ ഓപ്പണിംഗിൽ, അതാണ് ഓപ്പണിംഗിൽ കൂടുതൽ വോളിയം കാണാറ്. നിങ്ങൾ ഓപ്പണിംഗ് ക്യാൻഡിലിൽ വോളിയം നോക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ഒരുപോലെ തന്നെ ഓപ്പൺ ഫസ്റ്റ് 1 അവറിൽ വളരെ കൂടുതൽ വോളിയം ആയിരിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ 1 മണിക്കൂറിനുള്ളിലെങ്കിലും ഒരു പൊസിഷൻ എടുക്കുന്നതാണ് നല്ലത്. അതായത് ഉച്ച വരെ അവിടെ കൺസോൾഡേറ്റ് ചെയ്തിട്ട് പോകുമ്പോൾ നമുക്ക് നല്ലൊരു റാലി കിട്ടില്ല, സമയം കടന്നു പോവാണ്. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി മോർണിംഗ് ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി എന്ന് പറയാം, അല്ലെങ്കിൽ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി എപ്പോഴും മോർണിംഗിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഒരു ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിലൊക്കെ എൻട്രി കിട്ടിയാൽ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.
മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ വിഷയമായിട്ട് പ്രതിപാദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ നമ്മൾ കണ്ട ആ സ്ട്രാറ്റജീനെ കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഒരു ഡൗട്ട്. ആ നമ്മളിപ്പോ ഈ ലൈന് വരച്ചല്ലോ, 15 മിനിറ്റിന്റെ ലൈന്. അതെ. ഇതിനെ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ ഈ ക്യാൻഡിലിന്റെ ഗ്രീൻ ക്യാൻഡിൽ അല്ലെങ്കിൽ റെഡ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനി ഒരു റെഡ് ക്യാൻഡിൽ ആണ് ഒരു ബ്രേക്ക് ഔട്ടിൽ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എൻട്രി എടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല. ഇപ്പൊ നമ്മളൊരു 15 മിനിറ്റിന്റെ റെഡ് ക്യാൻഡിൽ മറബസ് കണ്ടു, അതിൽ 3 മിനിറ്റ് ആക്കി നോക്കിയപ്പോ ഒരു 3 മിനിറ്റിന്റെ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഇതിന് താഴെ ക്ലോസ് ചെയ്യണം അല്ലെ? അപ്പൊ താഴെ ക്ലോസ് ചെയ്യണമെങ്കിൽ മിക്കതും അത് റെഡ് ക്യാൻഡിലായിരിക്കും. ഗ്രീൻ ക്യാൻഡിൽ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. താഴത്തേക്ക് പോകുമ്പോൾ റെഡ് ക്യാൻഡിലല്ല ഉണ്ടാവും. അപ്പൊ അപ്പോഴാണ് നമ്മൾ സെല് ചെയ്യുന്നത്, ഷോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് പൊതുവെ ഇത് റെഡ് ആണെങ്കിൽ ഇത് റെഡ് ആവും, ഇത് ഗ്രീൻ ആണ് നമ്മൾ മുകളിലേക്ക് ബൈ ചെയ്യണമെങ്കിൽ അടുത്ത ഗ്രീൻ ക്യാൻഡിലായിരിക്കും നമ്മൾ ബൈ ചെയ്യുക ജനറലി. നേരെ തിരിച്ചും വരാം. ഇവിടുന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് മുകളിലേക്ക് പോവാം. അപ്പൊ നമുക്കത് ക്ലോസിംഗ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല. അപ്പൊ ഇതിന് താഴെ ക്ലോസ് ചെയ്യണമെങ്കിൽ അത് റെഡ് ക്യാൻഡിലായിരിക്കും. 3 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ അത് റെഡ് ക്യാൻഡിലായിരിക്കും. മറ്റെന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ? അപ്പൊ ഇത് പലർക്കും പറ്റാവുന്ന മിസ്റ്റേക്ക്, സ്റ്റോപ്പ് ലോസ് ഒരിക്കലും ആ ഹൈയസ്റ്റ് പോയിന്റിലല്ല. ഈ വിക്ക് വളരെ നീട്ടുണ്ടെങ്കിൽ ആ ഹൈയസ്റ്റ് പോയിന്റിൽ കൊണ്ട് വെക്കരുത്. അപ്പൊ നമ്മുടെ ടാർഗറ്റിലേക്ക് ഒരുപാട് സമയം എടുക്കും അല്ലെ? അപ്പൊ എപ്പോഴും നമ്മൾ ഓർത്ത് വെക്കുക, സ്റ്റോപ്പ് ലോസ് ആ ക്യാൻഡിലിന്റെ ബോക്സ് ആണ് നോക്കേണ്ടത്, വിക്ക് നോക്കണ്ട. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോമൺ സെൻസിൽ ഒരു കാര്യം കൂടി ചെയ്യാം. ഈ ബ്രേക്ക് ചെയ്യുന്ന 3 മിനിറ്റിന്റെ ക്യാൻഡിൽ വളരെ വലുതാണെങ്കിൽ നമുക്ക് അത് എടുക്കാതിരിക്കാം അല്ലെ? അപ്പൊ എന്താ പ്രശ്നം? നമ്മൾ ഒരുപാട് വൈകി പോകും. അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അതിനനുസരിച്ച് വളരെ വലുതാവുകയും നമ്മളുടെ ടാർഗറ്റിലേക്കുള്ള ദൂരം അതുപോലെ തന്നെ വളരെ വലുതാവുകയും ചെയ്യുന്നത് റിസ്ക് ആണ്. ആ ടാർഗറ്റ് അടിക്കാനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെപ്പോഴും ആ ഒരു ക്യാൻഡിലിന്റെ സാധാരണ നിലയ്ക്ക് ക്യാൻഡിലിന്റെ കുറച്ച് താഴെ ആയിരിക്കും 3 മിനിറ്റിന്റെ ക്യാൻഡിൽ ക്ലോസ് ആവുക അല്ലെ? 15 മിനിറ്റ് കൊണ്ടാണ് ഇത്ര സഞ്ചരിച്ചെന്നുണ്ടെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് ആനുപാതികമായിട്ട് അതിൽ 5-1 സഞ്ചരിക്കാൻ സാധ്യതയുള്ളൂ. വളരെ വലിയ ക്യാൻഡിൽ വരണമെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ലീവ് ചെയ്യാം. അതൊരു കോമൺ സെൻസ് ആണ്. ഓക്കെ. അപ്പൊ നമ്മള് ഈ 15 മിനിറ്റ്സിന്റെ ക്യാൻഡിൽ കഴിഞ്ഞ് പിന്നെ 3 മിനിറ്റ്സിന്റെ ക്യാൻഡിൽ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇതെടുക്കണം അല്ലെ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇതൊക്കെ വരയ്ക്കേണ്ടതല്ലേ ഉള്ളൂ? അതെ അതെ അതെ, ഷുവർ. അല്ലെ പിന്നെ ടൈം പോവുമല്ലോ? പോകും. ഷുവർ. ഇപ്പൊ നമ്മൾ സാധാരണ നിലയ്ക്ക് കുറച്ച് ബുള്ളിഷ് ഓർ ബെയറിഷ് മർബസോ ക്യാൻഡിൽസുകൾ കണ്ടുവെക്കുക. തിക്കുനിരക്കും കൂട്ടണ്ട, ഒരു 9:00 കൂടിയിട്ട് നോക്കുക. ഇതൊക്കെ എല്ലാ ദിവസവും നമ്മൾ ഫ്ലുവന്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 5-6 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ബുള്ളിഷ് അല്ലെങ്കിൽ ബെയറിഷ് മർബസ് കിട്ടും അല്ലെ? ആദ്യത്തെ 5 മിനിറ്റ് കൊണ്ടൊക്കെ കിട്ടും. അപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത 3 മിനിറ്റിന്റെ ക്യാൻഡിൽ ഓൾറെഡി ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തെങ്കിൽ അവിടെ തന്നെ എടുക്കാം, അല്ലെങ്കിൽ സമയം പോകും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നിട്ട് മാർക്ക് ചെയ്താൽ മതി. അതല്ല ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടുള്ള അതിന്റെ ഉള്ളിൽ നിൽക്കുന്നതായിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക. അത് ഒരു റെഡ് ലിസ്റ്റിലാക്കി വെക്കുക. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള 30 ക്യാൻഡിൽസിൽ 30 സ്റ്റോക്സുകളിൽ മറ്റുള്ള സ്റ്റോക്സുകളിൽ പോയിട്ട് സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്യാൻഡിൽസ് ഉണ്ടോ എന്ന് നോക്കുക. കാരണം ഇപ്പോ ഇവിടെ നിൽക്കുന്ന ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യണമെന്നില്ല, കുറെ കൺസോൾഡേറ്റ് ചെയ്തേക്കാം. അപ്പൊ 1-2 മോഡി കണ്ടെത്താം. അപ്പൊ അത് 3ഉം റെഡ് ലിസ്റ്റിലാക്കി ഇടാം. എന്നിട്ട് ആ റെഡ് ലിസ്റ്റിൽ പോയിട്ട് ഈ 2-3 സ്വിച്ച് ചെയ്ത് നോക്കാം, ഏതാണ് ആദ്യം ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എടുക്കാം. നമ്മൾ എത്ര ട്രേഡ് അറ്റ് എ ടൈം എടുക്കണം? ആദ്യം ഒന്ന് എടുത്ത് പിന്നെ അപ്പൊ ഒന്ന് മൾട്ടിപ്പിൾ ഓക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ മൾട്ടിപ്പിൾ ട്രേഡ്സ് എടുക്കുമ്പോൾ ചാർജസ് കൂടല്ലേ? അതെ. അപ്പൊ 2 ട്രേഡ് 4 ട്രേഡ് ഒക്കെ എടുത്തു കഴിഞ്ഞാല് നമ്മൾ ഓവറോൾ പ്രോഫിറ്റബിൾ ആവാനുള്ള ചെറിയൊരു സാധ്യത കൂടുതലുണ്ട്. അതായത് മിക്ക ദിവസം പ്രോഫിറ്റബിൾ ആവാനുള്ള സാധ്യത കൂടുന്നുണ്ട്, പക്ഷെ ചാർജസ് കൂടും. നമുക്ക് അങ്ങനെ നോക്കണല്ലോ, ഷോർട്ടർ ടൈം ഫ്രെയിമിൽ പ്രോഫിറ്റബിൾ ആവണമെന്നില്ലല്ലോ. നമുക്കത് ലോങ്ങർ ടൈം ഫ്രെയിമിലാണ് എപ്പോഴും വാല്യൂറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ അറ്റ് എ ടൈം ഒരു ട്രേഡ് എടുക്കുന്നതാണ് ഇൻട്രാഡേ ട്രേഡിൽ ബെസ്റ്റ്. ഓക്കെ. അല്ല നമ്മള് ഇത് 100 ട്രേഡ് കംപ്ലീറ്റ് ചെയ്യണല്ലോ അതെ ഞങ്ങള്. അപ്പം 100 ദിവസം വേണ്ടേ? അതെ, 100 ദിവസം വേണം. ഓക്കെ. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി അല്ല, ഏതൊരു സ്ട്രാറ്റജി നമ്മൾ വാല്യൂറ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഒരു 100 മിനിമം വേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ട്രേഡേഴ്സ് ലോ ഓഫ് ലാർജ് നമ്പേഴ്സ് പറയുന്നത്. അപ്പൊ അതിന്റെ കാരണം ഞാൻ ഇന്നലെ പറഞ്ഞൊന്നും അറിയില്ല, മിക്ക ക്ലാസ്സുകളിൽ ഞാൻ പറയാറുണ്ട്. അതായത് നമ്മളൊരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി അതിന്റെ വിന്നിംഗ് റേറ്റ് എത്രയാണ്? 50-50 ആണ് അല്ലെ? പക്ഷെ നമുക്കതൊരു 10 പ്രാവശ്യം നമ്മൾ ആ കോയിൻ ടോസ് ചെയ്യുമ്പോൾ 50-50 വരാണെന്നില്ലല്ലോ.
ആ 50-50 വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്താ, നമുക്ക് 4-5 4-6 വരാം, 7-3 വരാം, 8-2 വരാം, 9-1 വരാം, 10-0 വരാം. ഇതിലെല്ലാത്തിനും ഉള്ള സാധ്യത തുല്യമാണ്. അപ്പൊ അതിൽ 50-50ക്കുള്ള സാധ്യത 10% മാത്രമേ ഉള്ളൂ. ബാക്കി 90% 50-50 വരില്ല. എന്നാൽ ഇതേ കോയിൻ തന്നെ നമ്മളൊരു 100 പ്രാവശ്യം ടോസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഹെഡിന്റെയും ടൈലിന്റെയും പ്രൊപ്പോർഷൻ 40-നും 60-നും ഇടയ്ക്ക് വരും. അതാണ് മാത്തമാറ്റീഷ്യൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി അനാലിസ്റ്റുകൾ പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ വിശ്വാസമാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തു നോക്കണം. എത്രയും പെട്ടെന്ന് ഒരു ട്രേഡർ, പ്രൊഫഷണൽ ട്രേഡർ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്തു നോക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കോയിൻ എടുക്കുക, ബെഡിലിരിക്കുക, ഒരു നോട്ട്ബുക്കും പാനും എടുക്കുക, 100 പ്രാവശ്യം ടോസ് ചെയ്ത് നോക്കുക. ഹെഡും ടൈലും വളരെ മാജിക്കലായിട്ട് ആ 40-നും 60-നും ഇടയ്ക്ക് നിൽക്കണില്ലേ എന്ന് ഉറപ്പുവരുത്താം. അത് തന്നെയാണ് ട്രേഡിങ്ങിൽ സംഭവിക്കുക. അപ്പൊ മിനിമം ഒരു 100 പ്രാവശ്യം ട്രേഡ് ചെയ്താലാണ് അത് അതിന്റെ യഥാർത്ഥമായ വിന്നിംഗ് റേറ്റ് റിഫ്ലക്ട് ആവാൻ തുടങ്ങുന്നത്. 10 പ്രാവശ്യം ട്രേഡ് ചെയ്താൽ ആക്ച്വൽ വിന്നിംഗ് റേറ്റ് 60 ആയിരിക്കും. പക്ഷെ 6-4 കിട്ടണമെന്നില്ല. 6 പ്രാവശ്യം വിജയിക്കുകയും 4 പ്രാവശ്യം പരാജയപ്പെടുകയും ചെയ്യണമെന്നില്ല. അത് 5-5 വരാം, 7-3 വരാം, 8-2 വരാം. ഇതാണ് ഇതിന്റെ ബാക്കിയുള്ള സൈക്കോളജി. നിങ്ങളിത് മറക്കാതെ എക്സസൈസ് കൂടി ഇന്ന് ചെയ്യാൻ നോക്കാം. എങ്കിലേ നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡിംഗ് സിസ്റ്റത്തിൽ വിശ്വാസമാവുള്ളൂ. ഇൻട്രാഡേ ട്രേഡിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇൻട്രാഡേയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ മാർക്കറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു എഡ്ജ് മതി. അപ്പൊ അതിലും ഉപരി വേണ്ടത് നമുക്ക് ഡിസിപ്ലിനും അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള വിൽ പവറുമാണ്. ഈ വക കാര്യങ്ങൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവാം, പക്ഷെ ഉൾക്കൊള്ളാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോബബിലിറ്റിയിൽ വിശ്വാസമാവണം. അതിന് അറ്റ്ലീസ്റ്റ് ആ കോയിൻ എടുത്ത് 100 പ്രാവശ്യം ക്ലോസ് ചെയ്യണം. 5 മിനിറ്റ് മതി. ഇത് എക്സസൈസ് ചെയ്യാൻ 5 മിനിറ്റ് മതി അല്ലെ? ഒരു കൂട്ടുകാരനെ വിളിച്ചിരുത്തി കഴിഞ്ഞാൽ 5 മിനിറ്റ് മതി. ഓക്കെ. പിന്നെ ഒരു ഡൗട്ട് കൊണ്ട് ചോദിച്ചോട്ടെ സാർ, ചാർജിന്റെ കാര്യം പറഞ്ഞില്ല, അത് എത്രയാ സാറിന് വരാറുള്ളത് ഓരോ ട്രേഡിനും? നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 224 രൂപയായിരിക്കും അതിന്റെ ചാർജസ് ആയിട്ട് വരാം. ബ്രോക്കറേജ് പ്ലസ് ചാർജസ്, അതിലെല്ലാ ചാർജസ് ഉൾപ്പെടും. സ്റ്റാമ്പ് ഡ്യൂട്ടി, SST, GST എല്ലാം ഉൾപ്പെട്ടിട്ടാണ് ബ്രോക്കറേജ് അടക്കം. ഒരു ട്രേഡിന്, അതായത് നമ്മൾ ബൈ ചെയ്ത് അപ്പൊ സെല്ല് ചെയ്യുമ്പോഴും അതേപോലെ ആവൂലേ? അപ്പൊ രണ്ടും കൂടിയിട്ടാണ്. രണ്ടും കൂടി. ഓക്കെ. ബ്രോക്കറേജ് നോക്കുകയാണെങ്കിൽ 20 രൂപയാണ്. അത് ബൈക്ക് 20 രൂപ, സെല്ലിന് 20 രൂപ. അപ്പൊ മൊത്തം 40 രൂപ. ബാക്കി 224 ആവാൻ മറ്റുള്ള ചാർജസ് എല്ലാം ഉണ്ട്. ഓക്കെ. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യുക, അത് ഉപയോഗിച്ച് ട്രേഡ് എടുക്കുക. നിങ്ങളുടെ ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. എല്ലാ ദിവസവും ഒരു പുതിയ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഓരോ ദിവസവും നമ്മൾ പുതിയ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഈ കാൽക്കുലേഷൻസ് ഒക്കെ എങ്ങനെ കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഓരോ ദിവസം കാണാം. ഓക്കെ. അപ്പൊ നിങ്ങൾ മാക്സിമം ഈ ഒരു ക്ലാസ് മുടങ്ങാതെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും നമ്മളൊരു പുതിയ കാര്യം കാണാം. അപ്പൊ അതോടുകൂടി നമ്മൾ ഈ ഒരു എന്താ പറയാ ഡിസിപ്ലിൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ മാക്സിമം ട്രേഡ് ചെയ്യാൻ നോക്കും. ഇപ്പോ ഈ സെക്ഷൻ തുടങ്ങുന്ന ടൈമിൽ നമ്മൾ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ വെച്ച് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തേക്കാം. നിങ്ങൾ പേപ്പർ ട്രേഡോ അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തേക്കാം. നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി വെച്ച് ട്രേഡ് എടുക്കാൻ ടൈം കിട്ടിയിട്ട് വരില്ല. 9:15 മുമ്പ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം. നിങ്ങൾ അതിന്റെ സൈഡിൽ കൂടെ ട്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ എടുത്തു. ഓക്കെ. നമ്മള് ആദ്യത്തെ ഒരു 3-6 ദിവസം, 1-2 ആഴ്ചകൾ നമ്മൾ ഈ സ്ട്രാറ്റജിയിൽ ഉറച്ചു നിന്നത് എങ്ങനെ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനി കാണാനുണ്ട് അല്ലെ? ഇപ്പോ ഇതിൽ എങ്ങനെ പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം, ടാർഗറ്റ് വെക്കണം, അലേർട്ട് പ്ലേസ് ചെയ്യണം. ഇത് നിങ്ങൾക്ക് അലേർട്ട് പ്ലേസ് ചെയ്തെടുക്കാവുന്നുള്ളൂ, നോക്കിയിരിക്കേണ്ട കഷ്ടപ്പെട്ട്. അപ്പൊ എങ്ങനെ അലേർട്ട് വെക്കണം, അതുപോലെ തന്നെ ഒരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എവിടെ പോയി കാണാൻ പറ്റും, അതിന് എത്ര ചാർജസ് വന്നു എന്ന് എങ്ങനെ അറിയാം, ഇതെങ്ങനെ എക്സിറ്റ് ചെയ്യാം, ഇതിനു മുമ്പ് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ എക്സിറ്റ് ചെയ്യാം, വലിയ പൈസക്ക് നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ എങ്ങനെയാണ് പൊസിഷൻ സൈസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ 1 by 1 ആയിട്ട് കണ്ടുപോകും. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു സെക്ഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. മാക്സിമം നിങ്ങൾ മുടങ്ങാതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കാം. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ സാർ, ഈ ലാസ്റ്റ് ക്ലാസ്സിൽ സാർ വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്നതില് ഇതുപോലെ ഇൻട്രാഡേയുടെ ഒരു സ്ട്രാറ്റജി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതില് ജസ്റ്റ് ഒരു സ്ട്രോങ് ക്യാൻഡിൽ വരണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. തന്നെ വിക്ക് ചെറിയ വിക്ക് ആവണം എന്നേ പറഞ്ഞ് തന്ന, അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. സ്ട്രോങ് ക്യാൻഡിൽ എന്ന് പറയുന്നത് തന്നെയാണ് ഈ ചെറിയ വിക്കും സാമാന്യം വലിയൊരു ബോഡിയുമുള്ള ക്യാൻഡിൽ. സെയിം ആണ്.
അല്ല സാർ ഇപ്പൊ പറഞ്ഞില്ലേ ബുള്ളിഷും ബെയറിഷും ആയിട്ട് പറഞ്ഞില്ലേ, ഒന്ന് മുകളിൽ വിക്ക് വരാൻ പാടില്ല, മറ്റേതിന് താഴെ വിക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ. അതെ. അപ്പൊ സാർ ഇന്ന് പറഞ്ഞ ഈ സ്ട്രാറ്റജി ആണല്ലേ ഫോളോ ചെയ്യേണ്ടത്. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വെച്ചിട്ടാണ് കുറച്ച് പഠിച്ചു നോക്കിയായിരുന്നു. അപ്പൊ ഇനി അത് കംപ്ലീറ്റ് ആയിട്ട് മറക്കണം എന്നാണോ? അല്ല, ഇത് തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ. എന്താണ് സ്ട്രോങ് ക്യാൻഡിൽ എന്ന് ഉദ്ദേശിക്കുന്നത്? സ്ട്രോങ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ബോഡി കൂടുതൽ, ബോഡി കൂടുതൽ വേണം, വിക്ക് ചെറുതായിട്ട് മുകളിലും താഴെയും ഉണ്ടായാലും കുഴപ്പമില്ല എന്നുള്ള ഇതിൽ പറഞ്ഞു. അത് ഗ്രീൻ ആയാലും റെഡ് ആയാലും ക്യാൻഡിൽ പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. അതിന്റെ ലെവൽ 2 ആയിട്ട് നിങ്ങൾ ഇത് കണ്ടോ? ഒരു ക്യാൻഡിലിന്റെ സ്ട്രെങ്ത് തീരുമാനിക്കുന്നത് എപ്പോഴും അതിന്റെ മുകളിലത്തെ വിക്കാണ്, താഴത്തെ വിക്കിന് ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം ബുള്ളിഷ് ഹാമർ, താഴെ വിക്ക് വളരെ വലുതല്ലേ, ബുള്ളിഷ് അല്ലേ? അപ്പൊ മുകളിലത്തെ വിക്കാണ് ആ ക്യാൻഡിലിന്റെ ആ ഡയറക്ഷനിലേക്കുള്ള സ്ട്രെങ്ത് തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട സ്ട്രാറ്റജി, ഇത് വേറെ സ്ട്രാറ്റജി, അത് വേറെ സ്ട്രാറ്റജി ആയിട്ട് കാണണ്ട. അതിലൊരു എക്സ്ട്രാ ടിപ്പ് ഇന്ന് ആഡ് ചെയ്തതുള്ളൂ. ഇനി നിങ്ങൾക്ക് 30 സ്റ്റോക്ക് നോക്കിയിട്ട് വളരെ 10-1 അല്ലെങ്കിൽ വളരെ ചെറിയൊരു ക്യാൻഡിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഉള്ളയിൽ വലിയ ക്യാൻഡിൽ വെച്ചിട്ട്, ഉള്ളയിൽ ചെറിയ ക്യാൻഡിൽ വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാം. അപ്പൊ ഒരു ക്യാൻഡിലിന്റെ സ്ട്രെങ്ത് തീരുമാനിക്കുന്നത് ഈ 2 ഫാക്ടേഴ്സ് ആയിട്ട് മനസ്സിലാക്കുക. ബോഡിയുടെ വലിപ്പവും ഒപ്പം തന്നെ വിക്ക് കുറവാണ് ഉള്ളത്. പിന്നെ നമുക്ക് ദിവസങ്ങൾ കടന്നു പോകുന്നതോറും ഓരോ റൂൾസുകൾ ഇതിനെ ബെറ്റർ ആക്കാവുന്ന ഓരോ റൂൾസുകൾ നമ്മൾ ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിഫ്റ്റി ബുള്ളിഷ് ആണെങ്കിൽ മുകളിലേക്ക് മാത്രം എടുക്കാം, നിഫ്റ്റി ബാരിഷ് ആണെങ്കിൽ താഴത്തേക്ക് മാത്രം എടുക്കാം. അത് നമുക്ക് എല്ലാ ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് നിഫ്റ്റി ബുള്ളിഷ് ആവുക എന്ന് അറിയാം. അതിന് ഒരുപാട് പണികളുണ്ട്, മനസ്സിലായോ? കാലത്ത് തന്നെ എന്നിട്ട് നിഫ്റ്റി ബുള്ളിഷ് ആണോ ബാരിഷ് ആണോ നമുക്കൊരു അനുമാനം കിട്ടണമെങ്കിൽ നല്ല ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് പതുക്കെ അതിലേക്കൊക്കെ വരാം. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇത് പഴയ സ്ട്രാറ്റജി അത് പുതിയ സ്ട്രാറ്റജി ആയിട്ട് കാണണ്ട. ഈ സ്ട്രാറ്റജിയുടെ ഒരു എക്സ്ട്രാ ആഡ് ഓൺ ആണ് നമ്മൾ ഡയറക്ഷൻ ബേസിൽ ട്രേഡ് ചെയ്യുന്നത്. ഇതേ ബ്രേക്ക്ഔട്ട്, ഓപ്പൺ റേഞ്ച് ബ്രേക്ക്ഔട്ട് തന്നെ ബിഗിനേഴ്സ് എപ്പോഴും ബുള്ളിഷ് ആണോ ബാരിഷ് ആണോ ടോട്ടൽ മാർക്കറ്റ് നോക്കാറില്ല. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ബുള്ളിഷ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ മുകളിലേക്ക് മാത്രം ട്രേഡ് എടുക്കുന്നതല്ലേ സേഫ്. അപ്പൊ ഈ സ്ട്രാറ്റജിയേക്കാൾ കുറച്ചും കൂടി ഒരു ആഡ് ഓൺ നമുക്ക് കുറച്ചും കൂടി ഒരു വിന്നിംഗ് റേറ്റ് കൊണ്ടുവരാൻ സാധ്യതയില്ലേ? അതുപോലെ ഓരോ ചെറിയ കാര്യങ്ങളും നമ്മൾ ഓരോ ദിവസം ആഡ് ചെയ്യുന്നതിലൂടെ ഈ സ്ട്രാറ്റജി വെച്ചിട്ട് തന്നെ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ സ്ട്രാറ്റജി ചെറുതായിട്ടൊന്ന് ഫൈൻ ട്യൂൺ ചെയ്യാനുണ്ട്. അപ്പൊ അതിന് കുറച്ചുകൂടി കൂടുതൽ ടൈം എടുക്കും. പിന്നെ ഇതിൽ പ്രോപ്പർ ആയിട്ടുള്ള എക്സിക്യൂഷനും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ കാണും. ഓക്കെ സർ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ ബോഡിയിൽ ഈ ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ മാർക്ക് ചെയ്യുമല്ലോ, അപ്പൊ അതിങ്ങനെ വലതുവശത്തോട്ട് അതിങ്ങനെ എക്സ്റ്റെൻഡ് ആയി പോവല്ലേ? അതെങ്ങനെയാണ് ആ പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം നിർത്താൻ പറ്റുന്നത്? എക്സ്റ്റെൻഡ് ആവണ്ട, കാരണം നമ്മൾ അടുത്ത ദിവസം എടുക്കുമ്പോഴും ഇത് എക്സ്റ്റെൻഡ് ആയി പോകുമ്പോ അത് പിന്നെ ഒരു ഡിസ്റ്റർബൻസ് അല്ലേ? ലെഫ്റ്റിലേക്ക് എക്സ്റ്റെൻഡ് ആവാതിരിക്കുകയാണോ വേണ്ടേ? റൈറ്റിലോട്ട് എക്സ്റ്റെൻഡ് ആവരുത്, കാരണം അന്നത്തെ ദിവസത്തെ നമ്മളൊന്ന് പഠിച്ചു. ഈ ഹൊറിസോണ്ടൽ ലൈന് വരുമ്പോൾ ഒരു ട്രെൻഡ് ലൈൻ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ട്രെൻഡ് ലൈൻ ഓൾറെഡി ഇതിന്റെ ഉള്ളിലുണ്ട്. ഈ ഒരു ലൈൻ ഇതെടുത്ത് വരച്ചാൽ മതി. ശരി. ഇനി നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്ക് മാത്രം വേണം, ലെഫ്റ്റ് സൈഡിലേക്ക് വേണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ റേ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതും യൂസ് ചെയ്യാം. ഓക്കെ സർ. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് എല്ലാ ദിവസവും ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ ഉണ്ടാവും, ലൈവ് ട്രേഡിംഗ് എക്സിക്യൂഷൻ ഉണ്ടായിരിക്കും, പുതിയൊരു കാര്യം നമ്മൾ പഠിക്കും. ഓക്കെ, ശരി സർ. ഇതിന്റെ റെക്കോർഡിംഗ് സെക്ഷൻ ഇടണേ. റെക്കോർഡിംഗ് സെക്ഷൻ ഓക്കെ, താങ്ക് യു.